ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ്. പാസ്റ്റ് ടെൻസ് കൊണ്ട് സെൻറ്റൻസസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ആ പാസ്റ്റ് ടെൻസിന് അണ്ടറിൽ തന്നെ സെൻറ്റൻസസിന് പല രൂപങ്ങളുണ്ട്, പല രീതിയിലുള്ള സെൻറ്റൻസസ് ഉണ്ട്. ഏതൊക്കെ? സിമ്പിൾ പാസ്റ്റിലുള്ളതുണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. സോ അതിനകത്ത് സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതണം, പിന്നെ വെർബ് എഴുതണം, വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഓബ്ജക്റ്റ് എഴുതണം. നമുക്കറിയാം ഒരു ജനറലി ഒരു സാധാരണ ഒരു സെൻറ്റൻസിന് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അല്ലേ. പക്ഷേ സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കിപ്പോൾ വെർബിൻ്റെ ഫോംസ് ഒക്കെ അറിയാം അല്ലേ. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ കാര്യം എളുപ്പമായി. ഇനിയും ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ കോമൺ എറേഴ്സ് നമ്മൾ ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് സെന്റൻസസ് തന്നെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് സെന്റൻസസ് എഴുതുമ്പോൾ എങ്ങനെയാണ്? യൂസ് ദ സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ്, വെർബിന്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് പോസിറ്റീവ് സെന്റൻസസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. എങ്ങനെ? സെന്റൻസ് എഴുതുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പോസിറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ സിമ്പിൾ പാസ്റ്റിൽ സെന്റൻസസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഗോട്ട് ഇറ്റ്? ഫോർ എക്സാമ്പിൾ, ഐ വിസിറ്റഡ് ദ പാർക്ക് യെസ്റ്റർഡേ. ഐ ഈസ് ദ സബ്ജക്റ്റ്, വിസിറ്റഡ് ഈസ് ദ V2 ഫോം ഓഫ് ദ വെർബ് ആൻഡ് ദെൻ ദ ഒബ്ജക്റ്റ്. ഓക്കെ, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, വിസിറ്റഡ് എന്ന് പറയുന്നത് വെർബിന്റെ രണ്ടാമത്തെ രൂപം, പിന്നീട് നമ്മൾ ഒബ്ജക്റ്റും ആഡ് ചെയ്തു, ദ പാർക്ക് യെസ്റ്റർഡേ. ഗോട്ട് ഇറ്റ്? ആൻഡ് ഇനി നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്ത്? നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഡിഡ് നോട്ട് ആഡ് ചെയ്യണം, ഡിഡ് നോട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബേസ് ഫോം ഓഫ് ദ വെർബാണ് ചേർക്കേണ്ടത്. ബേസ് ഫോം ഓഫ് ദ വെർബ്. ബേസ് ഫോം ഓഫ് ദ വെർബ് എന്തിനു ചേർത്തു? ഡിഡ് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബേ ചേർക്കുള്ളൂ. ഗോട്ട് ഇറ്റ്? ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബാണ് നെഗറ്റീവ് സെന്റൻസസ് ഇൻ സിമ്പിൾ പാസ്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. Got it? For example, she did not go to the office. She did not go to the office. അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ, നോട്ട് വന്നു. അപ്പൊ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഡിഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡിഡും ചേർക്കണം നോട്ടും ചേർക്കണം. അതിനുശേഷം ഗോ എന്ന വെർബിന്റെ ബേസ് ഫോം നമ്മൾ ആഡ് ചെയ്തു ആൻഡ് റെസ്റ്റ് ഇസ് ദ ഒബ്ജക്റ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഇനി നമുക്ക് ഡിഡ് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലെ. യൂസ് ഡിഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഡിഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിഡ് പ്ലസ് വെർബിന്റെ ഒന്നാമത്തെ രൂപം ഉപയോഗിക്കണം. ഡിഡ് യു വാച്ച് ദ മൂവി? ഡിഡ് നമ്മൾ ഉപയോഗിച്ചു, യു എഴുതി, നമ്മൾ അതിനുശേഷം വെർബായ വാച്ചിന്റെ V1 ഫോം എഴുതി, വാച്ച് ദ മൂവി. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം പോസിറ്റീവ് സെന്റൻസസിന്റെ. ഐ സ്പോക്ക് ടു ഹിം ലാസ്റ്റ് ഈവനിങ്. ഐ സ്പോക്ക് ടു ഹിം ലാസ്റ്റ് ഈവനിങ്. സബ്ജക്റ്റ് ഐ. വെർബ് ഏതാണ് ഉപയോഗിച്ചത്? വെർബിന്റെ രണ്ടാമത്തെ രൂപം V2 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഷീ റെഡ് എ നോവൽ ലാസ്റ്റ് വീക്ക്. ഷീ ഈസ് ദ സബ്ജക്റ്റ്, റീഡ് അല്ല, റെഡ് ആണ്. ഷീ റെഡ് എ നോവൽ ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞപ്പോൾ റീഡ് ആണോ വരുന്നത്? അല്ല, റെഡ് ആണ് വരുന്നത് അല്ലെ. രണ്ടാമത്തെ രൂപം റെഡ് ആണ്. ഷീ ഈസ് ദ സബ്ജക്റ്റ്, റെഡ് ഈസ് ദ V2 ഫോം ഓഫ് ദ വെർബ് ആൻഡ് അതർ ഈസ് ദ ഒബ്ജക്റ്റ്. They bought new furniture yesterday. They എന്ന് പറയുന്ന സബ്ജക്റ്റ്, bought എന്ന് പറയുന്നത് bring, bought അല്ലെ. bought എന്ന് പറഞ്ഞാൽ V2 ഫോം ആൻഡ് ഒബ്ജക്റ്റ്. Got it? Next one is he finished the project on time. He is the subject and വെർബിന്റെ രണ്ടാമത്തെ രൂപമായിട്ടുള്ള finished. finish എന്ന് പറയുന്ന വെർബിന്റെ രണ്ടാമത്തെ രൂപമാണ് finished. Hope you got it. The next one is we played football last Sunday. We is the subject, played is the V2 form of the verb. ഇനി നമുക്ക് നെഗറ്റീവ് സെന്റൻസസിന്റെ കാര്യം നോക്കാം. I did not eat dinner last night. I did not eat dinner last night. നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് കഴിഞ്ഞ ശേഷം എന്താണ് ആഡ് ചെയ്യേണ്ടത്? did not ആഡ് ചെയ്യണം, എന്നാലേ നെഗറ്റീവ് സെന്റൻസ് ആവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? V1 ആണ് ആഡ് ചെയ്യേണ്ടത്. V1. I is the subject, did not നമ്മൾ ആഡ് ചെയ്തു, then eat ആണ് വെർബിന്റെ ബേസ് ഫോം. did not eat dinner last night. ലാസ്റ്റ് നൈറ്റ് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. that is a negative sentence. he did not attend the meeting. അവൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല. he സബ്ജക്റ്റ്, did not നമ്മൾ ചേർത്തു നെഗറ്റീവ് ആയതുകൊണ്ട്, and attend V1 form of the verb. and the next one is she did not finish her homework. she is the subject, did not നമ്മൾ ആഡ് ചെയ്തു നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട്, finish is the V1 form of the verb.
They did not visit the museum. അവർ മ്യൂസിയം വിസിറ്റ് ചെയ്തില്ല. They is a subject. Did not is the usage. Did not ചേർക്കണം നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ആക്കാൻ വേണ്ടിയിട്ട്. Visit is the V1 form of the verb. And the last sentence for negative sentences are we did not watch TV yesterday. ഇന്നലെ ഞങ്ങൾ ടി വി കണ്ടില്ല. ഞങ്ങൾ വി സബ്ജക്റ്റ്, did not നമ്മളുടെ നെഗറ്റീവ് സെന്റൻസിന്റെ യൂസേജ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം വാച്ച്. Then the rest is the TV, yesterday is the object. Got it? ഇനിയും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഡിഡ് യു കോൾ ഹർ യെസ്റ്റർഡേ? ഡിഡ് യു കോൾ, ഡിഡ് നമ്മൾ ചേർത്തു, യു ഇസ് ഓൾറെഡി ഇറ്റ് ഷുഡ് ബി ദെയർ ആൻഡ് കോൾ ഹർ യെസ്റ്റർഡേ. കോൾ ഇസ് ദ verb. Now the next one is he complete the assignment. Did he complete the assignment? Did he is the subject and complete the assignment. Complete is a verb. Next one, did they attend the party? അവരെ പാർട്ടി അറ്റൻഡ് ചെയ്തോ? Did they attend the party? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. And the next one is did she speak to the manager? അവര് മാനേജറോട് സംസാരിച്ചോ? അവൾ മാനേജറോട് സംസാരിച്ചോ? Did she speak to the manager? വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Did we win the match? അവരെ മാച്ച് വിൻ ചെയ്തോ? ഡിഡ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. We is the subject and win is the verb and then the object. Hope you got it. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചില കോമൺ ഫ്രേസസ് ആണ്. എന്ത് ടൈം വരുന്ന കുറച്ച് കോമൺ ടൈമിന്റെ ഒരു പോയിന്റ് വരും. സ്പെസിഫിക് ടൈം എന്ന് പറഞ്ഞല്ലോ. സ്പെസിഫിക് ടൈമിൽ കഴിഞ്ഞു പോയ കാര്യത്തിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, 2 days ago, in 2015, on Monday, in February, at 5 PM, at 4 PM. അങ്ങനെ ഓരോ ടൈം പോയിന്റ് അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസം, വർഷം ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് സെന്റൻസസ് ഉണ്ടാക്കുക. എക്സാമ്പിൾസ് നോക്കാം. ഐ സോ ഹർ അറ്റ് ദ മോൾ 2 days ago. 2 days ago. I saw എന്നാണ് സബ്ജക്റ്റ് പ്ലസ് എന്താണ് വി, ടു ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ദിവസം മുൻപ് കണ്ടു. They returned home late last night. അവര് വീട്ടിൽ തിരിച്ചു വന്നത് ഒരുപാട് താമസിച്ചാണ്. റിട്ടേൺഡ് എന്ന് പറഞ്ഞാൽ വി, ടു ഫോം ഓഫ് ദ വെർബാണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് നൈറ്റ് എന്നുള്ള ഒരു സമയം കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിച്ചത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് സെന്റൻസ് ഓൾസോ. He left for Delhi in 2020. എന്താണ്? He is a subject, left V2 form ആണ്. For Delhi in 2020. 2020 എന്ന് പറഞ്ഞൊരു ടൈം പോയിന്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് സിമ്പിൾ പാസ്റ്റിൽ സെന്റൻസ് ഉണ്ടാക്കിയത്. She joined the company last year. ലാസ്റ്റ് ഇയർ എന്ന് നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയാം സെന്റൻസ് ഈസ് ഇൻ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ. We traveled to Paris in December. We traveled to Paris in December. ഡിസംബറിൽ ഞങ്ങൾ പാരീസിൽ പോയായിരുന്നു എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. We is the subject and traveled is the V2 form of the verb. Hope you got the examples for such particular time points. Okay. Now ഇനി കുറച്ച് നമുക്ക് ഡിഫറൻസസ് നോക്കാം. ഹി വെന്റും ഹി ഹാസ് ഗോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഹി വെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെഫേഴ്സ് ടു എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്. ഒരു പർട്ടിക്കുലർ ടൈം പോയിന്റ്. ഹി വെന്റ് എന്ന് പറയുന്ന ഒരു ടൈം പോയിന്റ് പറയുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയും. എക്സാമ്പിൾ നോക്കാം. ഹി വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഇന്നലെ അവൻ മാർക്കറ്റിൽ പോയായിരുന്നു അല്ലെ. ഹി വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഇനിയും എന്താണ്? ഹി ഹാസ് ഗോൺ എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്ക് ഡിഫറെന്റ് എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. നോക്കിക്കോളൂ. ഹി ഹാസ് ഗോൺ റെഫേഴ്സ് ടു ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് റെലവൻസ് ടു ദ പ്രസന്റ്. ഓക്കെ, എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹി ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ് ആൻഡ് ഈസ് സ്റ്റിൽ ദെയർ. ഇപ്പോഴും അവൻ അവിടെയാണ് അല്ലെ. ഹി ഹാസ് അവൻ എവിടെ പോയി നമ്മൾ ചോദിക്കുമല്ലോ. ഓ, ഹി ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്. അവൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. പോയി ഓൾറെഡി, അത് പാസ്റ്റിൽ നടന്നു കഴിഞ്ഞു. അതായത് അവൻ മാർക്കറ്റിൽ എപ്പോഴേ പോയി, പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? അവൻ അവിടെ ആയിരിക്കും അല്ലെ, മാർക്കറ്റിലാണ് എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടി നമ്മൾ പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഹി കെയിം വേഴ്സസ് ഹി ഹാസ് കം. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഹി കെയിം ഹോം ലാസ്റ്റ് നൈറ്റ്. ഹി കെയിം ഹോം. ഇന്നലെ രാത്രിയിലാണ് അവൻ അവസാനമായിട്ട് വീട്ടിൽ വന്നത് അല്ലെ. ലാസ്റ്റ് നൈറ്റ് വന്നത്. ഇന്നലെ അവൻ വന്നായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്ത് നമ്മൾ പറയും? ഹി കെയിം എന്ന് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഹി ഹാസ് കം എന്ന് എപ്പോഴാണ് പറയേണ്ടത്? ഹി ഹാസ് കം എന്നെപ്പോൾ നമ്മൾ ഉപയോഗിക്കും? ഇന്നലെ അവൻ വീട്ടിൽ വന്നു, ഇപ്പോഴും അവൻ വീട്ടിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹി ഹാസ് കം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ. ഓക്കെ, ആൻഡ് നൗ ഇനി നമ്മൾ നോക്കുന്ന കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. ദ ട്രെയിൻ ഡിപ്പാർട്ടഡ് അറ്റ് 6 PM. ദ ട്രെയിൻ ഡിപ്പാർട്ടഡ് അറ്റ് 6 PM. എന്താണ് ദ ട്രെയിൻ ഡിപ്പാർട്ടഡ് അറ്റ് 6 PM എന്ന് പറയാൻ കാരണം അതിൻ്റെ ഒരു ടൈം പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ ഡിപ്പാർട്ടഡ് എന്ന് ഉപയോഗിച്ചത് അല്ലേ. ദെൻ they moved into a new house last month. ലാസ്റ്റ് മന്തിലാണ് അവര് പുതിയ വീട്ടിലേക്ക് പ്രവേശിച്ചത് അല്ലെ, പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത്.
I called the plumber yesterday. Yesterday അതാണ് നോട്ട് ചെയ്യേണ്ടത്. I called. I is a subject and V2 form of the verb. Callന്റെ രണ്ടാമത്തെ രൂപമാണ് called. And the next one is she started her new job last week. Last weekൽ അവളുടെ ജോലി തുടങ്ങി, പുതിയ ജോലി തുടങ്ങി. She started. Last week എന്ന് പറഞ്ഞാൽ ഒരു ടൈം പോയിന്റ്, ഒരു പർട്ടിക്കുലർ ടൈം പോയിന്റ് കൊടുത്തിട്ടുണ്ട്. We saw a beautiful sunset during our trip. During our trip അല്ലെ during our trip എന്ന് പറഞ്ഞൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ സബ്ജക്റ്റ് V2 ഫോം ഓഫ് ദ വെർബും ഉപയോഗിച്ച് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സെന്റൻസ് ഉണ്ടാക്കിയത്. ഓക്കെ, നെഗറ്റീവും കൂടി നോക്കാം. ദ ട്രെയിൻ ഡിഡ് നോട്ട് അറൈവ് ഓൺ ടൈം. ഓൺ ടൈം അല്ലേ, ദ ഓൺ ടൈം എന്നുള്ള പോയിന്റ്. ദ ട്രെയിൻ ഡിഡ് നോട്ട്, ട്രെയിൻ എന്നുള്ള സബ്ജക്റ്റ് ഡിഡ് നോട്ട് നമുക്ക് ചേർക്കണം. ആൻഡ് V1 ഫോം ഓഫ് ദ വെർബ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ. And the next one is I did not call her yesterday. I did not call her yesterday. I സബ്ജക്റ്റ് വെർബിന്റെ V1 ഫോമും നമ്മൾ ഉപയോഗിച്ചു. അതിന് മുമ്പ് എന്ത് ചേർത്തു? നമ്മൾ ഡിഡ് നോട്ട് ഉപയോഗിച്ചു. ഗോട്ട് ഇറ്റ്? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്, 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഡിഡ് വെച്ചിട്ട് ടൈം പോയിന്റ് വെച്ച് പറയാം. Did the train depart at 6 PM? Did the train depart? ഓക്കെ, ടൈം പോയിന്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ did the train depart എന്ന് ഉപയോഗിച്ചത്. Did she start her job last week? Did she start her job last week? ഒരു ടൈം പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ആർ ലാസ്റ്റ് വീക്കിൽ അവളുടെ ജോലി തുടങ്ങിയോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് വെച്ച് നമ്മൾ ഡിഡ് പ്ലസ് ഷീ പ്ലസ് സ്റ്റാർട്ട് ഹർ ജോബ് ലാസ്റ്റ് വീക്ക് എന്ന് കൺസ്ട്രക്ട് ചെയ്തു.